ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിസ്കോ റൂട്ടറിൻ്റെ ഇൻ്റർഫേസും പോർട്ടുകളെ കുറിച്ചുമാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൂട്ടർ എന്താന്ന് നോക്കി, അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സിസ്കോയുടെ സ്വിച്ച് എന്താന്ന് നോക്കി. ഇന്ന് നമ്മൾ റൂട്ടറിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ റൂട്ടറിൻ്റെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തന്നിരുന്നു അല്ലേ. റൂട്ടറും സ്വിച്ചും തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്വിച്ചുകൾക്ക് പോർട്ടുകളുടെ എണ്ണം കൂടുതലായിരിക്കും, റൂട്ടറുകൾക്ക് പോർട്ടുകളുടെ എണ്ണം കുറവായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ പോർട്ടുകളെ കുറിച്ചാണ്. ഇപ്പോൾ സ്വിച്ചിൻ്റെ പോർട്ടുകൾ എന്തിനാണെന്നറിയാം, പി സികൾ കണക്ട് ചെയ്യാനെന്നറിയാം. റൂട്ടറിൻ്റെ പോർട്ടുകൾ എന്തിനൊക്കെയാണ്? റൂട്ടറിൻ്റെ പോർട്ടിന് പല മൾട്ടിപ്പിൾ പോർട്ടുകളുണ്ട്. റൂട്ടറുകൾക്ക് പല പോർട്ടുകളും പല ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, സ്വിച്ചിൻ്റെ പോർട്ട് നമുക്ക് ആകെ പി സി കണക്ട് ചെയ്യാനും പിന്നെ മോഡം കണക്ട് ചെയ്യാനുമാണ്, ആ ഒരു പർപ്പസാണ്. റൂട്ടറിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. റൂട്ടറിൽ നിന്ന് നമ്മുടെ ലാനിലോട്ട്, നമ്മുടെ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ള ലാൻ ഉണ്ടല്ലോ, ആ ലാനിലോട്ട് കണക്ഷൻ വേണം. റൂട്ടറിന് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കേണ്ടി വരും, റൂട്ടർ ടു റൂട്ടർ കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് റൂട്ടറിന് പോർട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ റൂട്ടറിൻ്റെ പോർട്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. റൂട്ടറിൻ്റെ ഇൻ്റർഫേസ് എന്താ? സിസ്കോ റൂട്ടർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർഫേസ് എന്താ? റൂട്ടറിന് മറ്റ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് വിളിക്കുക അല്ലേ. എന്തൊക്കെ കണക്ഷനാണ് വരിക? നേരത്തെ പറഞ്ഞ പോലെ റൂട്ടറിനെ നമുക്ക് നമ്മുടെ ലാൻ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യേണ്ടി വരും. റൂട്ടറിനെ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റുമായിട്ട് വൈഡ് ഏരിയ ദൂരെ ഇരിക്കുന്ന നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യണം. റൂട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറ്റ് റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. റൂട്ടർ നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റൂട്ടറിൻ്റെ കണക്ഷൻ പല ഇതുമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ഇപ്പോൾ റൂട്ടറിൻ്റെ പോർട്ടുകളും ഒന്നുണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഒരു സിസ്കോ റൂട്ടറിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇമേജ് കാണിച്ചു തന്നിട്ട് ആ പോർട്ടുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സിസ്കോയുടെ 2921 എന്ന് പറയുന്ന ഒരു മോഡലുള്ള റൂട്ടറാണ്. ഇത് റൂട്ടറിൻ്റെ ഈ ഒരു സൈഡാണ്, ബാക്ക് സൈഡാണ്. റൂട്ടറിൻ്റെ ഫ്രണ്ട് സൈഡിൽ ആകെ ഉണ്ടാകുന്നത് ഒരു പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പവർ കേബിൾ ഉണ്ടാവും. നമ്മുടെ 220 വോൾട്ട് AC കൊടുക്കാനുള്ള ഒരു പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ടാവും. അതുകൂടാതെ ഒരു ഓൺ ഓഫ് ബട്ടണും ഉണ്ടാകും. പിന്നെ അതിനാവശ്യമായ കുറച്ച് LED ഉണ്ടാവും. പോർട്ടിൻ്റെ സിസ് അങ്ങനെയൊക്കെ എഴുതിയ കുറച്ച് LED ഉണ്ടാവും. ഞാനത് റിയൽ റൂട്ടറിൻ്റെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് അത് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ പിക്ചർ നമുക്ക് കിട്ടുമ്പോൾ എപ്പോഴും റൂട്ടറിൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള പിക്ചർ ഈ ഗൂഗിളിലൊക്കെ അവൈലബിൾ ഉള്ളൂ. ഫ്രണ്ട് സൈഡിലുള്ള പിക്ചറും ഉണ്ട്, പക്ഷേ റെയറായിട്ട് കുറച്ച് പിക്ചേഴ്സ് ഉള്ളൂ. കാരണം അവിടെ പോർട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫുള്ള് ബാക്ക് സൈഡല്ലേ. അപ്പോൾ ഇതാണ് ഒരു സിസ്കോയുടെ റൂട്ടറിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. പോർട്ടുകളുടെ എണ്ണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സ്വിച്ചിൻ്റെ അത്ര പോർട്ടുകളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഗ്രില്ല് പോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടില്ലേ, ഇവിടെ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അതെന്താവശ്യത്തിനാന്നൊക്കെ പറയാം. അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ, ഇങ്ങനെ കവറിങ് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് സി മാനുവൽ ബിഫോർ റിമൂവിങ്. ഇത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് മാനുവൽ വായിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഇവിടുത്തെ 2 മൊഡ്യൂളിൽ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് റിമൂവ് ഡ്യൂറിങ് നെറ്റ്വർക്ക് ഓപ്പറേഷൻ. ഓൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2 മൊഡ്യൂളുകൾ റിമൂവ് ചെയ്യരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതൊരു മൊഡ്യൂളാണ്, ഇവിടെ ഒരു മൊഡ്യൂളുണ്ട്, ഇവിടെ ഒരു മൊഡ്യൂളുണ്ട്, ഇവിടെ കണ്ടോ ഒരു മൊഡ്യൂള്. ഈ മൊഡ്യൂള് ഇവിടെയുള്ള ഈ കവറിങ് എടുത്തതിന് ശേഷം ആഡ് ചെയ്ത് വെച്ച മൊഡ്യൂളാണിത്. മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്ന ആ സ്ലോട്ട്, അതിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു കാർഡിനെയാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് വിളിക്കുക. ഇതേപോലെ ഇവിടെ ഉള്ളത് റിമൂവ് ചെയ്തിട്ട് ഒരു ആഡ് ചെയ്തൊരു മൊഡ്യൂളാണിത്. അല്ലെങ്കിൽ ഈ 3 കാണുന്ന പോലുള്ള കവർ ചെയ്തായിരിക്കും ഇതും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ സാധാരണ രീതിയിൽ ആ 4 അങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ 1900 എന്ന് പറയുന്നൊരു മോഡൽ. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ട് സൈഡിലാകെ സിസ്കോയുടെ ഒരു ലോഗോയും പിന്നെ ഒരു LEDയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് ഓൺ ഓഫ് ബട്ടൺ പിറകിലാണ് വന്നിരിക്കുന്നത്. അത് 1900 എന്ന് പറയുന്ന മോഡലിൽ പവർ കുത്താനുള്ളതും ഓൺ ഓഫും ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് തൊട്ട് ഇപ്പുറത്തെ എടുത്ത് നോക്കി, ഇവിടെ പവർ കുത്താനുള്ളത് ഓൺ ഓഫും ഇല്ല. കാരണം എന്താ, ഇത് അപ്പുറത്തെ സൈഡിലാണ്. ഈ ഒരു മോഡലിൽ 1900 എന്ന് പറഞ്ഞ മോഡലിൽ എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നോക്കി, ഇവിടെ 2 മൊഡ്യൂളേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന 2 ഉള്ളൂ. കാരണം മോഡൽ വ്യത്യാസമുണ്ട്. 1921 ആണ്, 1900 പെട്ട 1921 എന്ന് പറയുന്ന റൂട്ടറാണ്. അത് മറ്റേത് 2900 പെട്ട മോഡലാണ്. മോഡലനുസരിച്ച് പോർട്ടുകളുടെ എണ്ണം വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ പല ആവശ്യങ്ങൾക്കുമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ നോക്കി, ഇവിടെ 2 മൊഡ്യൂളുകൾ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ നേരത്തെ മറ്റേ പിക്ചറിൽ കണ്ട പോലെ തന്നെയുള്ള പോർട്ടുകൾ ഇവിടെ ഉണ്ട്. ഇനി
വേറൊരു മോഡൽ 1841 എന്ന് പറയുന്നൊരു മോഡൽ. ഇവിടെ പവർ കുത്താം, ഓൺ ഓഫ് ബട്ടൺ. ഇതും ഫ്രണ്ടിൽ തന്നെയാണ് പവറിൻ്റെ ഓൺ ഓഫ് ബട്ടണും അതേപോലെ പവർ കേബിൾ കുത്താനുള്ളതും. ഇതിലാകെ ഒരു മൊഡ്യൂൾ മാത്രം ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്ലോട്ട് മാത്രമേ ഉള്ളൂ, ഒന്നല്ല 2 സ്ലോട്ട് ഉണ്ടല്ലോ. ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഇതിൻ്റെ മെമ്മറിയും കാര്യങ്ങളൊക്കെ. ഇതാണ് പവർ ഓൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ റിമൂവ് ചെയ്തെന്ന് എഴുതിയിട്ടില്ലേ, അത് ഇതാണ്. പിന്നെ USB കുത്താനുള്ളൊരു ഇത്. പിന്നെ ഇതാ കുറച്ചൊരു 4 പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അത്രേ വന്നിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ 2900 ഫ്രണ്ട് സൈഡാണിത്. ഞാൻ നേരത്തെ കണ്ടത് ബാക്ക് സൈഡാണ്, ഫ്രണ്ട് സൈഡാണ്. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞില്ല, ആകെ നമുക്ക് ഒരു പവർ ഓൺ ഓഫ് ബട്ടണും അതേപോലെ തന്നെ പവർ കുത്താനുള്ള ഇതുള്ളൂ. കാരണം കണക്ഷൻ മൊത്തം വരുന്ന ഇതിലാണ്, ബേക്കിലാണ്. പിന്നെ ഇവിടെ സിസ് ആക്ട് പോലെ POE പോലുള്ള കുറച്ച് LED കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് 2911 എന്ന് പറയുന്നൊരു മോഡലിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അതിൽ ഈ 4ാമത്തെ സ്ലോട്ടിൽ ഇതിൽ നമ്മളൊരു ഇത് കുത്തിയിട്ടുണ്ടായിരുന്നു, മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടുള്ള പിക്ചറായിരുന്നു. ഇത് ആഡ് ചെയ്യാത്തൊരു പിക്ചറാണ്, ഉണ്ടോ? അപ്പോൾ നമുക്ക് ഇതാണ് ഒരു റൂട്ടറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോരോ ഇൻ്റർഫേസുകളും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഇൻ്റർഫേസ് എതർനെറ്റ് ഇൻ്റർഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഫാസ്റ്റ് എതർനെറ്റ് അല്ലെങ്കിൽ ജിഗാബിറ്റ് എതർനെറ്റ് എന്ന് പറയും. ഈ എതർനെറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ റൂട്ടറിനെ ലാനുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലാനുമായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിലിരിക്കുന്ന സ്വിച്ചിലോട്ട് ഞാൻ PCകളെല്ലാം കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ, എൻ്റെ ഈ ലാനിനെ ഞാൻ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണം. എൻ്റെ ഈ ലാനിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ സ്വിച്ചിൽ ഒരുപാട് പോർട്ട്, ഇപ്പോൾ 24 പോർട്ടുള്ള സ്വിച്ച് ആണെങ്കിൽ ഞാൻ 20 PC കണക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക സ്വിച്ചിലോട്ട്. ബാക്കി 4 പോർട്ട് അവിടെ ഫ്രീ ഇല്ലേ? ഈ 4 പോർട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്ന് ഒരു കേബിൾ എടുത്ത് റൂട്ടറിൻ്റെ ഏത് പോർട്ടിലോട്ട് കൊടുക്കണം? എതർനെറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന പോർട്ടിലോട്ട് കൊടുക്കണം. അത് ഫാസ്റ്റ് എതർനെറ്റ് ആവാം അല്ലെങ്കിൽ ജിഗാബിറ്റ് എതർനെറ്റ് ആവാം എന്ന് എഴുതിയിട്ടുണ്ട്. റൂട്ടറിൻ്റെ മോഡൽ അനുസരിച്ചാണ് അത് ഫാസ്റ്റ് എതർനെറ്റ് ആണോ ജിഗാബിറ്റ് എതർനെറ്റ് ആണോ എന്ന് നോക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ റൂട്ടറിൽ 2911 എന്ന് പറയുന്ന മോഡലാണിത്. 2911 എന്ന് പറയുന്ന മോഡലിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ GE0/1, GE0/2, GE0/0. GE എന്ന് പറഞ്ഞാൽ ജിഗാബിറ്റ് എതർനെറ്റ് എന്നാണ്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു പിക്ചറിലെ റൂട്ടറിൽ ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ടാണുള്ളത്. എത്ര ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ടുണ്ട്? 3 ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ടുണ്ട്. ഈ 3 ജിഗാബിറ്റ് പോർട്ട് എതർനെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്ന് കേബിൾ എടുത്തിട്ട് നിങ്ങൾ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ മാക്സിമം ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ 3 ലാന്, നമുക്ക് 3 സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. 3 സ്വിച്ചിലും 3 നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. 3 സ്വിച്ചിൽ നിന്നും ഈ ഒരു റൂട്ടറിൻ്റെ ജിഗാബിറ്റ് എതർനെറ്റിൻ്റെ 3 പോർട്ടിലോട്ടും കൊടുക്കാൻ പറ്റും. 3 ലാനുമായിട്ട് ഈ ഒരു റൂട്ടറിനെ കണക്ട് ചെയ്യാൻ പറ്റും. ജിഗാബിറ്റ് 0/0, ജിഗാബിറ്റ് 0/1, ജിഗാബിറ്റ് 0/2. ഇനി റൂട്ടറിൻ്റെ മോഡൽ അനുസരിച്ച് ജിഗാബിറ്റ് ആയിരിക്കില്ല, ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ വേറൊരു മോഡൽ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പിക്ചർ ക്ലാരിറ്റി ഇല്ല, അതാണ് പ്രശ്നം. ഇതിന് FE എന്ന് എഴുതിയിട്ടുള്ളത്. FE എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടാണ്. ഈ ജിഗാബിറ്റും ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടും നമ്മളുടെ വ്യത്യാസം എന്താ? ഫാസ്റ്റിലുള്ള വ്യത്യാസമാണ്. ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ 1000 MB/s തരുന്നതും ഫാസ്റ്റ് എതർനെറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ 100 MB/s തരുന്നതുമാണ്. അപ്പോൾ ഈ 2 പോർട്ടുകൾ ഒന്നില്ലെങ്കിൽ ജിഗാബിറ്റ് എതർനെറ്റ് ആകാം അല്ലെങ്കിൽ ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടാകാം. ഈ 2 പോർട്ടുകളാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ലാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ 2 പോർട്ട് ഒന്നില്ലെങ്കിൽ ഫാസ്റ്റ് എതർനെറ്റ് ആവാം അല്ലെങ്കിൽ ജിഗാബിറ്റ് എതർനെറ്റ് ആകാം. ഒരു റൂട്ടറിൽ എത്ര ഫാസ്റ്റ് എതർനെറ്റ് പോർട്ട് ഉണ്ട്, എത്ര ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ട് ഉണ്ട് എന്നുള്ളത് ആ റൂട്ടറിൻ്റെ മോഡൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ 1921 എന്ന് പറയുന്ന ഇതിൽ 2 പോർട്ടാണുള്ളത്. ഈ 2 എണ്ണം അവിടെ ആ പോർട്ടിന് നേർക്ക് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, GE അല്ലെങ്കിൽ FE എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഈ എടുത്തിരിക്കുന്നതിൽ 2 ഉള്ളത്. ഒന്ന് ജിഗാബിറ്റ് എതർനെറ്റ് 3 0/0യും 0/1ഉം അതേപോലെ തന്നെ 0/2ഉം. ഇത് ജിഗാബിറ്റ് എതർനെറ്റ് അല്ലാതോ അത് SFP കൊടുക്കാനുള്ളതാണ്. ഈ ഫൈബറിൻ്റെ ഒരു മൊഡ്യൂൾ കണക്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ആണിത്. ഈ 3 ഉള്ളത്. അപ്പോൾ റൂട്ടറിൻ്റെ ലാൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് എന്തിനാണ്? റൂട്ടറിൻ്റെ ലാൻ ഇൻ്റർഫേസ് ആണ് റൂട്ടറിനെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാവുന്നത്. നമുക്കിത് പാക്കറ്റ് ട്രേസറിൽ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്യാം.
പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്തിട്ട് ഈ പാക്കറ്റ് ട്രേസറിൽ താഴെ നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസസ് വന്നു കഴിഞ്ഞാൽ ആദ്യം റൂട്ടർ സെലക്ട് ചെയ്ത പല മോഡലുകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം ഇതാ 1941 ഉണ്ട്, 2901 ഉണ്ട്. ഞാൻ ജസ്റ്റ് 2901 ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഈ ഓപ്ഷനിൽ ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഞാൻ ഈ 2901 ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വലുതാക്കി സൂമിൻ കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2901 എന്ന് പറയുന്നത് 2900 മോഡലിലാണ്. ഇതതിൻ്റെ ഫ്രണ്ട് സൈഡും ഇതതിൻ്റെ ബാക്ക് സൈഡുമാണ്. ഇവിടെ ഈ കാണുന്നത് ഞാൻ പറഞ്ഞു മൊഡ്യൂളുകളാണെന്ന് പറഞ്ഞു അല്ലേ. ഇത് ഓൺ ഓഫ് ബട്ടണാണ്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ കത്തി നിൽക്കുന്നുണ്ടോ, ഇതിപ്പോൾ ഓണാണ്. ഓൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് പോർട്ടുകൾ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇത് ഓഫായി കണ്ടോ. ഓഫായതിനു ശേഷം ഇവിടെ ഒരു കവറിങ് ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ പാക്കറ്റ് ട്രേസിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കവറിങ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ കൊടുക്കാം. ഇവിടെ WIC കവർ എന്ന് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കവർ കാണും. അല്ലെങ്കിൽ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അമർത്തി പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കവറായി. കവർ ഇട്ടാലും ഇട്ടില്ലെങ്കിലും പാക്കറ്റ് ട്രേസറിൽ കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ റൂട്ടറിൽ അങ്ങനെ കവറോട് കൂടിയിട്ടാണ് വരുന്നത് എന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഓൺ ആക്കണം. അപ്പോൾ റൂട്ടർ ഓണായി, ഇപ്പോൾ റൂട്ടർ ഓഫായി, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഇപ്പോൾ 2901 2 ലാൻ പോർട്ടുള്ള, ഒന്ന് ജിഗാബിറ്റ് 0/0 ജിഗാബിറ്റ് 0/1. ഇനി വേറൊരു മോഡൽ എടുത്ത് നോക്കാം. ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് 1941 എടുക്കാം. 1941 എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, സൂമിൻ കൊടുത്തു. ഇതാ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ ഉണ്ട്. 2 കവർ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കവർ ഇടാമെന്ന് പറഞ്ഞു. ഓഫ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കവർ ഇട്ട് കൊടുക്കാം. ഇതിൽ ജിഗാബിറ്റ് 0/0 ജിഗാബിറ്റ് 0/1 ഉള്ളത്, 2 ഉള്ളത്. റൂട്ടർ ഓണാക്കി. ഓണാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കവർ റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കണ്ടോ, കനോട്ട് റിമൂവ് എ മൊഡ്യൂൾ വെൻ ദ പവർ ഈസ് ഓൺ. പവർ ഓഫ് ആക്കിയിട്ട് നമുക്കിങ്ങനെ മൊഡ്യൂൾ റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതിപ്പോൾ ഓണായിട്ട് ഞാൻ കവർ ആഡ് ചെയ്യാൻ നോക്കിയോ, അപ്പോഴും വരും അത് കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓഫാക്കിയിട്ട് ഇതാക്കിയത് കേട്ടോ. ഒറിജിനൽ റൂട്ടറിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് പാക്കറ്റ് ട്രേസിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ 2 ഇനിയിപ്പോൾ വേറൊരു മോഡൽ എടുത്ത് നോക്കാം. ഒരുപാട് 2911 ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. 2911 നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇമേജിൽ, നേരത്തെ ഇമേജ് കാണിച്ചതിൽ. ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇതിൽ 3 ജിഗാബിറ്റ് എതർനെറ്റ് ഉണ്ട്. 0/0 0/1 0/2. അപ്പോൾ ഈ ജിഗാബിറ്റും ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടുമാണ് നമ്മുടെ റൂട്ടറിനെ ലാനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു ലാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെ കളയുകയാണ്. ഇപ്പോൾ ഞാൻ ഈ റൂട്ടറാണ് എടുത്തത്. ഈ റൂട്ടറിൻ്റെ മോഡൽ നമ്പർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് 2911. പിന്നെ റൂട്ടർ 2 എന്ന് എഴുതി കാണിക്കാൻ കാരണം ഇതിന് മുമ്പ് ഞാൻ 2 റൂട്ടർ വെച്ചില്ലേ. ഇനിയിപ്പോൾ ഞാൻ വേറെ റൂട്ടറും കൂടെ വെക്കുമ്പോൾ അതിൻ്റെ നമ്പർ റൂട്ടർ 3 എന്നാണ് വരിക. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ഞാനൊരു ലാൻ ഉണ്ടാക്കാം. സ്വിച്ച് എടുക്കാം. സ്വിച്ച് എടുത്തിട്ട് ഒരു 2 PC വെക്കാം. IP ഒക്കെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ IP ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്വിച്ചിലോട്ട് കൊടുത്തു, കേബിൾ സെലക്ട് ചെയ്തു. ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇവിടെയാണ് സ്ട്രേറ്റ് ത്രൂ കേബിൾ എടുക്കുക. സ്വിച്ചിൻ്റെ എല്ലാ പോർട്ടും കാണിക്കും. സ്വിച്ചിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പോർട്ടുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ റൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കാൻ എന്ത് ചെയ്യുക, സ്ട്രേറ്റ് ത്രൂ കേബിൾ എടുക്കുക. ഉപയോഗിക്കാത്ത സ്വിച്ചിൻ്റെ ഏതെങ്കിലും പോർട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ ഈ സ്വിച്ചിന് 24 ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടും 2 ജിഗാബിറ്റ് എതർനെറ്റും ഉണ്ട്. ഞാൻ 24ാമത്തെ ഫാസ്റ്റ് എതർനെറ്റ് പോർട്ട് എടുത്തു. ജസ്റ്റ് റൂട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റൂട്ടറിൻ്റെ 3 പോർട്ട് കണ്ടോ, ജിഗാബിറ്റ് 0/0 0/1 0/2 ഈ 3 കാണിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഞാൻ 0/2 ആയിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ 0/2 സ്വിച്ചിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ലാൻ ഇപ്പുറത്തുണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു ലാനും കൂടെ ഉണ്ടാക്കാം അവിടെ. അത് വേറെ നെറ്റ്വർക്കാന്ന് വിചാരിക്കുക കേട്ടോ, വേറെ IP ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തു. ഇതിങ്ങനെ കണക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ നോക്കി 0/2 കാണിക്കില്ല. കാരണം 0/2 നമ്മൾ നേരത്തെ ഇവിടെ കണക്ട് ചെയ്തു. ഞാൻ 0/0 സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ ഇത് 2 വേറെ വേറെ ലാനാണെന്ന് വിചാരിക്കുക. ഈ 2 ലാനിനെയും കൂടെ നമ്മൾ ഈ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തില്ലേ. ഇപ്പോൾ ഇതിൻ്റെ IP 10 വിചാരിക്കുക, 10.0.0.1.
പിന്നെ ഇത് 10.0.2, ഇത് 10.0.3, ഇത് 20 വിചാരിക്കുക, 20.0.1, ഇത് 20.0.2, ഇത് 20.0.3 വിചാരിക്കുക. ഇപ്പോൾ ഈ 2 ലാനിനെയും കൂടെ ഇപ്പോൾ 10നെയും 20നെയും ബന്ധിപ്പിക്കാൻ നമ്മൾ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തില്ലേ. ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഇത് കോൺഫിഗർ ആവില്ല. നമ്മൾ റൂട്ടറിൽ കുറച്ച് കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് സ്വിച്ചിൻ്റെ ലാൻ പോർട്ട് അല്ല റൂട്ടറിൻ്റെ ലാൻ പോർട്ട് എന്ന് പറയുന്നത് ഫാസ്റ്റ് എതർനെറ്റും വരും, ജിഗാബിറ്റ് എതർനെറ്റും വരും. ഇത് രണ്ടും നമ്മുടെ റൂട്ടറിനെ ലാനുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. റൂട്ടറിൻ്റെ മോഡൽ അനുസരിച്ച് പോർട്ടുകളുടെ എണ്ണം എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. ചില റൂട്ടറുകൾക്ക് ഫാസ്റ്റ് എതർനെറ്റ് ആയിരിക്കും, ചിലതിന് ജിഗാബിറ്റ് എതർനെറ്റ് ആയിരിക്കും. ജിഗാബിറ്റ് ആണെങ്കിൽ സ്വിച്ചിൻ്റെയും ജിഗാബിറ്റിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1000 MB/s സ്പീഡ് കിട്ടും. ഇനി സ്വിച്ചിനും റൂട്ടറിനും ഫാസ്റ്റ് എതർനെറ്റ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് എതർനെറ്റ് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ റൂട്ടറിൻ്റെ ജിഗാബിറ്റുമായിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. ജിഗാബിറ്റ് 0/1 കണക്ട് ചെയ്തിട്ട് സ്വിച്ചിന് നോക്കി ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടും ഉണ്ട്, ജിഗാബിറ്റും ഉണ്ട്. ഞാനിപ്പോൾ ജിഗാബിറ്റിലോട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ ഇവരുടെ ഡാറ്റ ട്രാൻസ്മിഷൻ എത്രയായിരിക്കും, 1000 MB/s ആയിരിക്കും. ഞാൻ ഫാസ്റ്റ് എതർനെറ്റോട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ എത്രയായിരിക്കും, ഇപ്പോൾ 100 MB/s ആയിരിക്കും. ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ. അപ്പോൾ എതർനെറ്റ് ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു, ലാൻ കണക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് സ്വിച്ചിലോട്ടും PC-ലോട്ടും സെർവറിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ടറിൻ്റെ എതർനെറ്റ് ഉപയോഗിക്കുക. അത് ഫാസ്റ്റ് എതർനെറ്റും ഉണ്ട്, ജിഗാബിറ്റ് എതർനെറ്റും ഉണ്ട്. ഫാസ്റ്റ് എതർനെറ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 MB/s, ജിഗാബിറ്റ് ആണെങ്കിൽ 1000 MB/s ആയിരിക്കും ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇൻ്റർഫേസാണ്, റൂട്ടറിൻ്റെ സീരിയൽ ഇൻ്റർഫേസ് എന്ന് പറയും. ഞാൻ നേരത്തെ റൂട്ടറിൻ്റെ പിക്ചർ എടുത്ത് കാണിച്ചു തന്നല്ലോ, നമുക്കൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് ജിഗാബിറ്റ് എതർനെറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ 3 ലാൻ പോർട്ടുള്ള റൂട്ടറാണെന്ന് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ എഴുതിയതിൽ USB എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ആ 2 USB പോർട്ടാണെന്ന് കാണാൻ പറ്റും. ഈ മോളിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു പോർട്ട് കണ്ടോ, ഇത് ഓക്സിലറി പോർട്ടാണ്. അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് കൺസോൾ എന്ന് പറയുന്ന പോർട്ടാണ്. കൺസോളിൻ്റെ തന്നെ മിനി ടൈപ്പാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബ്ലൂ കളർ ഇങ്ങനെ ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഈ രണ്ടും കൺസോളാണ്. കൺസോളും ഓക്സിലറിയും എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സീരിയലിനെ കുറിച്ചാണ് പറയാൻ വന്നത് അല്ലേ. പക്ഷേ സീരിയൽ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് ഇപ്പോൾ ഇതിൽ എവിടെ എഴുതിയിട്ടില്ല. ഇതിൽ സീരിയലിനെ കാണുന്നില്ല. സീരിയൽ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ട് ഇതിലിപ്പോൾ കാണുന്നില്ല അല്ലേ. ഈ സീരിയൽ പോർട്ടിൻ്റെ മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാർഡുകളാണ്. അത് നമ്മൾ മേടിച്ച് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ 4 സ്ലോട്ടുകൾ ഫ്രീ ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, മൊഡ്യൂളുകൾ. അത് നമുക്ക് സീരിയൽ പോർട്ടിൻ്റെ മൊഡ്യൂൾ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് ആഡ് ചെയ്യുക. എന്തിനാണ് സീരിയൽ പോർട്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പറയാം ഈ സീരിയൽ പോർട്ട് എന്തിനാണ് ആഡ് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സീരിയൽ ഇൻ്റർഫേസ് അല്ലെങ്കിൽ സീരിയൽ പോർട്ട് യൂസ്ഡ് ഫോർ വാൻ കണക്ഷൻ എന്നാണ്. യൂസ്ഡ് ഫോർ വാൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ടറുകളെയും ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ റൂട്ടർ ടു ഇൻ്റർനെറ്റ് വഴി വേറെ ഇരിക്കുന്ന നെറ്റ്വർക്കിൽ ബന്ധിപ്പിക്കാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. എൻ്റെ ബ്രാഞ്ച് ഓഫീസ് ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. എൻ്റെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ബ്രാഞ്ച് ഓഫീസിനെയും കോഴിക്കോടത്തെ ഹെഡ് ഓഫീസിനെയും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ബ്രാഞ്ച് ഓഫീസിൽ നിങ്ങളൊരു റൂട്ടർ വെക്കുകയും നിങ്ങളുടെ കോഴിക്കോട് ഇരിക്കുന്ന ഹെഡ് ഓഫീസിൽ നിങ്ങൾ വേറെ റൂട്ടറിന് വെക്കുകയും ഈ റൂട്ടർ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റർഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീരിയൽ ഇൻ്റർഫേസ് എന്ന് വിളിക്കുക. അത് യൂസ്ഡ് ഇൻ ഓൾഡ് ലീസ്ഡ് ലൈൻ കണക്ഷൻ എന്നാണ്. ലീസ്ഡ് ലൈൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ ബ്രാഞ്ച് ഓഫീസും ഹെഡ് ഓഫീസൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീസ്ഡ് ലൈൻസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ലീസ്ഡ് ലൈൻസ് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ലീസ്ഡ് ലൈൻസിൻ്റെ കാര്യം ഓൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ലീസ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ലൈനാണ്. നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഇത് തരും, കേബിള്. അപ്പോൾ അതിന് അതിൻ്റേതായ ബാൻഡ് വിത്ത് ഉണ്ടാവും. അതിലൂടെ വേറെ നെറ്റ്വർക്കുകളൊന്നും ട്രാവൽ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് വളരെ സെക്യൂറും ആയിരിക്കും. അതേപോലെ തന്നെ ബാൻഡ് വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞാൽ എത്ര സ്പീഡിലാണ് ഡാറ്റ ആ ഒരു കേബിളിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഷെയർഡ് അല്ലല്ലോ, വേറെ ആരും ആ കണക്ടർ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കമ്പനിയിൽ മാത്രമേ ആ ഒരു
കേബിൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബാൻഡ് വിത്ത് കിട്ടും അല്ലേ. അപ്പോൾ ലീസർ ലൈൻ കണക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമുക്ക് ക്ലോക്ക് റേറ്റ് ഒക്കെ കൊടുക്കണമായിരുന്നു, അത് ബാൻഡ് വിത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂട്ടർ ടു റൂട്ടർ കണക്ട് ചെയ്യാൻ റൂട്ടർ ടു ISP, റൂട്ടർ ടു CSC, DSU എന്ന് പറയുന്ന ഇതുമായിട്ട് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ അത് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഇത്ര മനസ്സിലാക്കി വെക്കുക. റൂട്ടറിൻ്റെ സീരിയൽ എന്ന് പറയുന്നത് ഒരു റൂട്ടറിൽ സീരിയൽ പോർട്ട് ഓൾറെഡി ഉണ്ടാവില്ല, നമ്മൾ മൊഡ്യൂളുകൾ മേടിച്ചിട്ട് ആഡ് ചെയ്യുക വേണ്ടത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ പോയിൻ്റ് ടു പോയിൻ്റ് വാൻ കണക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അൺലൈക്ക് എതർനെറ്റ് ഉപയോഗിക്കുന്നത് ലാൻ കണക്ട് ചെയ്യാനാണ്. സീരിയൽ പോർട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. സീരിയൽ പോർട്ട് നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് ഉപയോഗിക്കാം. യൂസ്ഡ് ഫോർ എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഞ്ച് ഓഫീസ് റൂട്ടർ ടു ഹെഡ് ഓഫീസ് റൂട്ടറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പാക്കറ്റ് ട്രേസറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ലീസർ ലൈനിൽ വൺ സൈഡ് DSU DT എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ, എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ നേരത്തെ സീരിയൽ കേബിളിൻ്റെ കാര്യം പറഞ്ഞു, സീരിയൽ ഇൻ്റർഫേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് റിമൂവ് ചെയ്തിട്ട് ആ ഒരു റൂട്ടറിൻ്റെ ആ ഒരു മൊഡ്യൂളിൻ്റെ ഭാഗം റിമൂവ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനത്തെ ഒരു സ്ലോട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പിക്ചറിൽ കാണുന്ന ഈ ഒരു സ്ലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇതിലിവിടെ സീരിയൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് കാണുന്നത് സീരിയൽ 1, തൊട്ട് താഴത്തെ സീരിയൽ 0. 2 സീരിയൽ മൊഡ്യൂളുള്ള ഒരു മൊഡ്യൂളാണിത്. ഈ മൊഡ്യൂളാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ വേറൊരു പിക്ചർ, സീരിയൽ മൊഡ്യൂളിൻ്റെ വേറെ പിക്ചർ ഇല്ല, അതായത് ഇവിടെയാണ് നിങ്ങൾ ആ ഒരു സ്ലോട്ട് ആഡ് ചെയ്യേണ്ടത്. ഇതിന് ഇവിടുന്ന് നിങ്ങൾ എന്നിട്ട് ആ സീരിയൽ മൊഡ്യൂൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കേബിൾ കിട്ടും. സീരിയൽ കേബിൾ എന്ന് പറയുന്ന കേബിൾ ഉണ്ട്. ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു കേബിളിൻ്റെ എൻഡ് കണ്ട, ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അവിടുന്ന് കണക്ഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു കേബിളിന് 2 എൻഡ് ഉള്ളത് ഇത് കണ്ടോ, ഈ ഒരു 2 മൊഡ്യൂളിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ നിങ്ങളൊരു കേബിൾ എടുക്കുന്നു. DC എന്ന് പറയുന്ന ഒരു എൻഡും ഉണ്ട്, ഇപ്പുറത്ത് DT എന്ന് പറയുന്ന ഒരു എൻഡും ഉണ്ട്. ഇതാണ് DTE. ഈ ഒരു എൻഡ് എന്താണ്? ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അപ്പർ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും, അത് DCE എന്ന് പറയുന്ന ഒരു എൻഡാണ്. DCE ഉണ്ട്, DTE ഉണ്ട്. അപ്പോൾ ഇത് നേരെ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുക? ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ സിസ്കോയുടെ റൂട്ടർ. ഇത് 1720 എന്ന് പറയുന്ന റൂട്ടറാണ് ഉള്ളത്. അപ്പോൾ ഈ റൂട്ടറിൻ്റെ ഈ സീരിയലിൽ നിന്ന്, ഇതാണ് സീരിയൽ, ഇതിൽ നിന്ന് കേബിൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഏത് ഡിവൈസിലോട്ടാണ്? CSU/DSU എന്ന് പറയുന്നൊരു ഡിവൈസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കേബിളില്ലേ, ഈ കേബിളാണ് ഇതിൻ്റെ സീരിയൽ കേബിൾ. ഈ സീരിയൽ കേബിൾ ഈ ഒരു ഡിവൈസ് എങ്ങോട്ടാണ്? ടെലികോം ഇതുമായിട്ടാണ്, സെക്ഷനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് പവറാണ്, ഇത് നമ്മുടെ എതർനെറ്റ്, ഇതാണ് നമ്മുടെ ലാൻഡിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ പോർട്ട്. ഈ ഒരു കേബിൾ ഇതാണ്. ഈ കേബിളിനെ കുറിച്ച് ഞാൻ പറയാം, കൺസോളിനെ കുറിച്ച് പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ സീരിയൽ. ഈ സീരിയൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിലോട്ടാണ് CSU/DSU എന്ന് പറയുന്ന ഡിവൈസിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുവഴിയാണ് ഇൻ്റർനെറ്റിലോട്ട് എന്തായിരിക്കുന്നത്? കണക്ട് ചെയ്തിട്ട്, നേരിട്ടല്ല റൂട്ടർ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീരിയൽ കേബിൾ ഉപയോഗിച്ചിട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ റൂട്ടറിനെ ഇൻ്റർനെറ്റുമായിട്ട് ദൂരെ ഇരിക്കുന്ന റൂട്ടറൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കാൻ സീരിയൽ കേബിളിൻ്റെ ആവശ്യമുണ്ട്. ഈ സീരിയൽ കേബിളിൻ്റെ 2 എൻഡ് ഉള്ളത്, ഒന്ന് ഒരു കേബിളിൻ്റെ 2 എൻഡ്, ഒരു എൻഡിന് DT എന്നും പറയും, ഒരു എൻഡിന് DTC എന്നും പറയും. അതിലെപ്പോഴും DTE എന്ന് പറയുന്ന എൻഡാണ് നമ്മൾ റൂട്ടറിൽ കൊടുക്കുക. DC എന്ന് പറയുന്ന എൻഡ് നമ്മുടെ CSC DSU ഡിവൈസിലോട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. റൂട്ടറിൻ്റെ സീരിയൽ അത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ CSU DCU യൂണിറ്റിലോട്ട് കൊടുക്കുന്നുണ്ട്. CSA DCയുടെ അവിടെ നമ്മൾ എപ്പോഴും DC എന്ന് പറയുന്ന തലയും ഇവിടെ നമ്മൾ DTU എന്ന് പറയുന്ന തലയും ഉപയോഗിക്കുക. ഇതിനാണ് സീരിയൽ കേബിൾ എന്ന് പറയുക. അപ്പോൾ സീരിയൽ കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൂട്ടറിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് മറ്റ് റൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പാക്കറ്റ് ട്രേസറിലും അതിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അത് ലാബിൻ്റെ സെക്ഷനിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ടാണ് കൺസോൾ പോർട്ട് എന്ന് പറയും. CCNA പഠിക്കുന്ന ഒരാൾ കൺസോൾ പോർട്ടിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് കൺസോൾ പോർട്ട് എന്നുള്ളത്? നമുക്ക് നേരത്തെ റൂട്ടറിൻ്റെ ഇമേജ് എടുക്കാം. ഈ റൂട്ടറിൻ്റെ ഇമേജിൽ കണ്ടോ നിങ്ങൾ കൺസോൾ എന്ന് പറയുന്ന പോർട്ട് കണ്ടോ? ഇതാ കൺസോൾ എഴുതിയിട്ടുണ്ട്. കാണാൻ എന്താ? നമ്മൾ RJ45 കണക്ട് ചെയ്യാൻ പറ്റുന്ന അതേ വലിപ്പമാണ്. ഇപ്പോൾ ജിഗാബിറ്റിനും ഈ ഓക്സിലറിക്കും കൺസോളിനും ഒക്കെ എന്താണ്? നമ്മുടെ RJ45 കണക്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്ന എൻഡിൽ. ഇതാണ് കൺസോൾ. 2 കൺസോളുണ്ട്. ഒന്ന് USB-യുടെ മിനി ടൈപ്പും ഉണ്ട്, പിന്നെ RJ45 കണക്ട് ചെയ്യാനും ഉണ്ട്. ഈ കൺസോൾ കേബിൾ ഉപയോഗിച്ചിട്ടാണ് റൂട്ടറിനെ നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത്.
റൂട്ടറിനെ കോൺഫിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലാനിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വെറുതെ നമ്മുടെ ലാനിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നെറ്റ്വർക്ക് കണക്റ്റ് ആവില്ല. ഇപ്പോൾ പാക്കറ്റ് ട്രേസറിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തിട്ട് ഈ രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇത് ഓണാക്കി കഴിഞ്ഞാൽ, ഇതിന് പവറൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. റൂട്ടറിനെ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യണം. ഇപ്പോൾ റൂട്ടറിനെ കോൺഫിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ച് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നമ്മളതിനെ കോൺഫിഗർ ചെയ്യണം അല്ലേ, കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അതുപോലെ റൂട്ടറിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ റൂട്ടറിൽ നമ്മൾക്ക് കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂട്ടറിന് ഡിസ്പ്ലേ ഉണ്ടോ? റൂട്ടറിന് ഡിസ്പ്ലേ ഇല്ല. റൂട്ടർ സ്വിച്ച് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ബോക്സ് ടൈപ്പിലുള്ള ഡിവൈസാണ്. ഇതിനെ കോൺഫിഗർ ചെയ്യുക എങ്ങനെയാണ്? ഇതിനെ നമ്മൾ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉണ്ടെങ്കിൽ ആദ്യം ഈ റൂട്ടറിനെ നമ്മൾ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അത് നമ്മുടെ ഈ ലാനിലിരിക്കുന്ന പി സി ആയിട്ടല്ല, അതിനായിട്ട് നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഈ റൂട്ടറിനെ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പോയിട്ടൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ പി സി ഇതെടുത്തു. എന്നിട്ട് ഈ ലാപ്ടോപ്പോ പി സിയിൽ നിന്നോ എൻ്റെ റൂട്ടറിലോട്ട് ഞാൻ കണക്ട് ചെയ്യണം. ആ റൂട്ടറിൻ്റെ ഏത് പോർട്ടിലോട്ടാണ് കണക്ട് ചെയ്യുക? റൂട്ടറിൻ്റെ കൺസോൾ പോർട്ടിലോട്ട് കണക്ട് ചെയ്യുക. റൂട്ടറിൻ്റെ കൺസോൾ പോർട്ടിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നെറ്റ്വർക്ക് കേബിൾ ഇട്ടിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു കേബിൾ എടുത്തു, എതർനെറ്റ് കേബിൾ എടുത്തു, എന്നിട്ട് ഇതിൻ്റെ ലാൻ പോർട്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൺസോളിലോട്ട് കൊടുത്തു. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ടറിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല. റൂട്ടറിനെ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസോൾ പോർട്ടാണ്, അതിന് പ്രത്യേക തരം കേബിൾ വേണം, കൺസോൾ കേബിൾ വേണം. ഇപ്പോൾ ഈ പിക്ചറിൽ ഞാൻ കാണിച്ചു തരാം കൺസോൾ കേബിള്. ഇതാണ് കൺസോൾ കേബിൾ. കൺസോൾ കേബിൾ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. കൺസോൾ കേബിൾ എന്ന് പറയുന്ന കേബിൾ. ഈ കൺസോൾ കേബിളിൻ്റെ ഒരു എൻഡ് നോക്കിയേ, ഒരു എൻഡ് RJ45 ആണ്. ഒരു എൻഡ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു എൻഡ് കമ്മ്യൂണിക്കേഷൻ പോർട്ടിൻ്റെ ഒരു എൻഡാണ്. ഇങ്ങനത്തെ ഒരു എൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് മദർ ബോർഡൊക്കെ അല്ലേ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അല്ലേ, അതിൻ്റെ ബാക്ക് സൈഡിൽ VGA ഉണ്ടോ? ഈ VGAയിൽ ഇങ്ങനത്തെ ഹോളുകളുണ്ടാവും. പക്ഷെ അത് VGA അല്ല, ഇത് ആ കേബിളിൻ്റെ എൻഡാ. VGAയുടെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പോർട്ട്, കോം പോർട്ട് കാണാൻ പറ്റും. പഴയ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ആണെങ്കിൽ. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിൻ്റെ ഒന്നും ഇല്ല, അത് ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. കോം പോർട്ട് മദർ ബോർഡിൽ കോം പോർട്ട് എന്ന് പറയുന്ന പോർട്ടുണ്ട്. നമ്മുടെ മദർ ബോർഡിൻ്റെ ഒക്കെ ബാക്ക് സൈഡിലുള്ള പോർട്ടാണ് ഇതാ. ഇത് നമ്മുടെ സാധാരണ ഉപയോഗിക്കാറുള്ള VGA, ഇതാണ് കോം പോർട്ട്. ഇതിലോട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ലാപ്ടോപ്പാണ് ഇരിക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിന് കോം പോർട്ടൊന്നുമില്ല. ഇതാ കോം പോർട്ട്, ഈ കാണുന്നതാണ് കോം പോർട്ട്. ഇത് VGA ആണ്, ഇത് കോം പോർട്ടാണ് ഈ കാണുന്നത്. ഇത് VGAയും കോം പോർട്ടും മാറിപ്പോണ്ട. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന ഡിവൈസുകൾക്കൊന്നും എന്തില്ല, ഈ കോം പോർട്ടില്ല, കമ്മ്യൂണിക്കേഷൻ പോർട്ടില്ല. പണ്ടത്തെ ലാപ്ടോപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പഴയ ലാപ്ടോപ്പിനൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഉണ്ടായിരുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ പോർട്ടിലോട്ടാണ് നമ്മൾ നമ്മുടെ സീരിയൽ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ സീരിയൽ കേബിൾ. ഈ സീരിയൽ കേബിൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോർട്ടിലോട്ടാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ലാപ്ടോപ്പാണ് ഇരിക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിന് കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഉണ്ടോ? ലാപ്ടോപ്പിന് കമ്മ്യൂണിക്കേഷൻ പോർട്ടില്ല. ലാപ്ടോപ്പിന് കമ്മ്യൂണിക്കേഷൻ പോർട്ടില്ലെങ്കിൽ ഇതെന്തിനാ പറയുന്നത്? റൂട്ടറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൂട്ടറിനെ കോൺഫിഗർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോർട്ടാണ് കൺസോൾ പോർട്ട്. അതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ് കൺസോൾ കേബിൾ. ഇത് USB-B മിനി ടൈപ്പാണ്. ഇത് കണ്ടോ, ഇത് ഈ ഒരു എൻഡ് കണ്ടോ, ഈ ഒരു എൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടറിലോട്ട് കണക്ട് ചെയ്താൽ ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ രണ്ടാമത്തെ എൻഡ് എന്താ വരുന്നത്? USB-ആണ്. അത് നിങ്ങളുടെ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യുക അല്ലേ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൺവേർട്ടർ കിട്ടും. ഇത് കണ്ടോ, ഇത് നിങ്ങളുടെ റൂട്ടറിലോട്ട് കൊടുക്കുക, റൂട്ടറിൻ്റെ കൺസോളിൽ കൊടുക്കുക. ഇവിടെ നിന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, ഇതിന്ന് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ ഒരു എൻഡ് നിങ്ങൾ എങ്ങോട്ട് കൊടുക്കണം? നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിലോട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ റൂട്ടർ എന്തുമായിട്ട് കണക്റ്റായി? നിങ്ങളുടെ ലാപ്ടോപ്പുമായിട്ട് കണക്റ്റായി. പാക്കറ്റ് ട്രേസറിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ പറ്റില്ല, ഈ കേബിൾ കട്ട് ചെയ്ത് കളയാം. കേബിൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ കണ്ടോ കൺസോൾ എന്ന് പറയുന്നൊരു കേബിൾ കാണുന്നുണ്ടോ? കൺസോൾ എടുക്കുക. കൺസോൾ എടുത്തതിന് ശേഷം റൂട്ടറിൻ്റെ കൺസോളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഇതിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ പോർട്ട് RS232 കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ലാപ്ടോപ്പിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കും.
അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. ആ സോഫ്റ്റ്വെയറിൻ്റെ അകത്തിരുന്നിട്ടാണ് ഈ റൂട്ടറിനെ നമ്മൾ കോൺഫിഗർ ചെയ്യുക. അപ്പോൾ കൺസോൾ കേബിൾ എന്ന് പറയുന്നത്, കൺസോൾ പോർട്ട് എന്ന് പറയുന്നത് റൂട്ടറിനെ ആക്സസ് ചെയ്യാനാണ്. റൂട്ടറിനെ ആക്സസ് ചെയ്യാൻ നമുക്ക് കൺസോൾ കേബിൾ വേണം. ഈ കൺസോൾ കേബിൾ നമ്മൾ നേരെ റൂട്ടറിൻ്റെ കൺസോൾ എന്ന് പറയുന്ന പോർട്ടിൽ കണക്ട് ചെയ്യുകയും നമ്മുടെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പിൻ്റെയോ കമ്മ്യൂണിക്കേഷൻ പോർട്ടുമായിട്ട്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് USB പോർട്ടുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ആ പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് കയറിയിട്ട് വേണം നമ്മൾ കോൺഫിഗർ ചെയ്യാനായിട്ട്. പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എവിടെ നിന്നാണ് കിട്ടുക? അപ്പോൾ റൂട്ടറിനെ ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ലാനാണ്, നമ്മുടെ ലാനിനെ റൂട്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ഈ റൂട്ടറിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാനിലിരുന്നിട്ട് ഈ PC-കളിലല്ല, അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ വേണം. അതിന് നിങ്ങൾ ഈ ലാപ്ടോപ്പിൻ്റെ പോർട്ടിൽ നിന്ന് റൂട്ടറിൻ്റെ കൺസോളുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്താണ് ആ സോഫ്റ്റ്വെയർ വേണ്ടത്. ഏതാണ്? പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക? പാക്കറ്റ് ട്രേസർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പുട്ടി ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട, പാക്കറ്റ് ട്രേസറിൽ അല്ലാതെ തന്നെ കിട്ടും. ഒറിജിനലാണെങ്കിൽ, ഒറിജിനൽ ഇൻ്റർഫേസിലാണെങ്കിൽ നിങ്ങൾ പുട്ടി എവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുത്തതിന് ശേഷം നിങ്ങളിവിടെ ഡൗൺലോഡ് പുട്ടി എന്നടിച്ചു കൊടുക്കുക. ഡൗൺലോഡ് പുട്ടി. അപ്പോൾ പുട്ടിയുടെ സൈറ്റിൽ തന്നെ പോവും. പുട്ടി ഓപ്പൺ ചെയ്യാം. പുട്ടി ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് പുട്ടി കൊടുക്കുക. അപ്പോൾ പുട്ടി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതവിടെ 64 ബിറ്റ്, നമ്മുടെ പ്രൊസസ്സറൊക്കെ 64 ബിറ്റാണ്. അപ്പോൾ ജസ്റ്റ് അതിലിങ്ങനെ ഈ 64 ബിറ്റിൻ്റെ നേർക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുട്ടി ഡൗൺലോഡ് ആവും. പുട്ടി ആകെ കുറച്ച് MB ഉള്ളൂ. ക്രോം ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് അൺവെരിഫൈഡ് ഫയൽ കൊടുക്കുക. അപ്പോഴാണ് പുട്ടി ഡൗൺലോഡ്. ആകെ 3.7 MB ഉള്ളൂ പുട്ടി. പുട്ടി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം ആ ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ. എന്നിട്ട് റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തുറന്നിട്ട് അതിൻ്റെ അകത്താണ് ഈ റൂട്ടറിനെ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരിക. അല്ലാതെ റൂട്ടർ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേറെ വഴികൾ നമ്മൾ വരും, ഇതിൽ പഠിക്കും, കൺസോൾ വഴി അല്ലാതെ ആക്സസ് ചെയ്യാൻ. പക്ഷേ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഫസ്റ്റ് ടൈം നിങ്ങൾ റൂട്ടറിൽ, പുതിയൊരു റൂട്ടറാണ് നിങ്ങൾ മേടിച്ചത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഇത് കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിനി പഠിക്കുന്നതിൽ ടെൽനെറ്റ് SSH ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഭാവിയിൽ പഠിക്കുന്നേ ഉള്ളൂ. അതൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ആക്സസിങ് മെത്തേഡാണ്. ഫസ്റ്റ് ടൈം എല്ലാവരും റൂട്ടറിനെ എന്ത് ചെയ്യണം? ഇങ്ങനെ കൺസോൾ വഴി മാത്രമേ നമുക്ക് റൂട്ടറിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റൂട്ടറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസോൾ പോർട്ട് എന്ന് വിളിക്കുക. അപ്പോൾ കൺസോൾ പോർട്ടിൽ നിന്ന് റൂട്ടറിലോട്ടല്ല, ലാപ്ടോപ്പിലോട്ടോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോട്ടോ നമ്മൾ കൺസോൾ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയും അതിനുശേഷം ലാപ്ടോപ്പിലെ പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കിയാൽ മതി കണക്ട് ചെയ്തതിന് ശേഷം. അല്ലെങ്കിൽ നിങ്ങൾ പുട്ടി ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പുട്ടിക്കകത്തിരുന്നിട്ടാണ് റൂട്ടറിനെ കോൺഫിഗർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡൗൺലോഡായി അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടി ഉണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ ഒറിജിനൽ റൂട്ടറിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഞാനിപ്പോൾ ഈ തിയറി ഉണ്ടല്ലോ, ഈ തിയറി ഇപ്പോൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ലാപ്ടോപ്പിലാണല്ലോ ജസ്റ്റ് സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണല്ലോ പറഞ്ഞു തരുന്നത്. ഞാൻ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് ഒറിജിനൽ റൂട്ടറിൻ്റെ കാര്യങ്ങളുടെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക, കേബിളും കാര്യങ്ങളൊക്കെ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ റൂട്ടറിൻ്റെ കൺസോൾ കേബിളിനെ കുറിച്ച് അറിഞ്ഞു നോക്കുക. അതിപ്പോൾ പുട്ടി ഡൗൺലോഡായി. ഇനി പുട്ടി എന്ത് ചെയ്യണം? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഒറിജിനൽ റൂട്ടറിനെ ആക്സസ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്, കൺഫ്യൂഷൻ ആവണ്ട. പാക്കറ്റ് ട്രേസറിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് പുട്ടിയിൽ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും? പുട്ടി. ഇവിടെ താഴെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുട്ടി വരും. ഇതുണ്ടോ പുട്ടി. ഈ പുട്ടിയിൽ നിങ്ങൾ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് റൂട്ടറിനെ ആക്സസ് ചെയ്യാനായിട്ട്. അതായത് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് റൂട്ടറിന് വരിക കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും വരാത്തത് റൂട്ടറുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ സോഫ്റ്റ്വെയർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ അത്രയും. ഇപ്പോൾ നിങ്ങൾ കൺസോൾ കേബിൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക.
സീരിയൽ പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ലാൻ പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ആകെ ഒരു ഓക്സിലറി പോർട്ടിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഒറിജിനൽ റൂട്ടറിൽ എങ്ങനെയാണിത് ഒറിജിനലായിട്ട് ഞാൻ ഫിസിക്കലായിട്ട് കാണിച്ചു തരാം. അടുത്ത ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ റൂട്ടറിൻ്റെ ഉള്ളിൽ റൂട്ടറിൻ്റെ മെമ്മറി, പ്രൊസസ്സർ, റാം, റോം കാര്യങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA പോലുള്ള ക്ലാസ്സുകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ നിന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് 9846122909. അതിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ അത്, പിന്നെ മറ്റ് സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ വാട്സപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.